ഹലോ ഗെയ്സ്, ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ ഐറ്റംസുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഭാനുമോളുണ്ട് ഇവിടെ. ഭാനുമോൾ പറയും, ഇതെന്താണ് ഭാനുമോളെ? ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ? പൊതിച്ചോറ് ഉണ്ടാക്കുക? എനിക്കറിയില്ല പൊതിച്ചോറ് ഉണ്ടാക്കൽ. നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കല്ലേ? അപ്പോൾ അതിന് നമ്മളിവിടെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്, ദം ബിരിയാണി. അപ്പോൾ എൻ്റെ ഭാനുമോളായിട്ടേ ഞങ്ങൾ അങ്ങാടി പോയപ്പോൾ നമുക്ക് ഒരു പുൾക്കോയിൻ്റെ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാല് വെച്ചുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാകുക. ഇത്ര ചോറ് വയ്ക്കുക. പിന്നെ വേണേൽ നമുക്ക് ഇടാ. ഞാൻ എന്താ അപ്പം ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കാനാണ്. നിന്നിട്ടോ, ഇത് അച്ചാറിട്ടോ ഇതൊക്കെ ഇട്ടു. പൊതിച്ചോറ് ഉണ്ടാക്കുക. പൊതിച്ചോറ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടൂല് ഇതേമാതിരി ഒക്കെ ഒരു വെറൈറ്റി ആക്കിയിട്ട് ഒന്നുണ്ടാക്കി വെക്കുക. എവിടെ എന്ത് നോക്കി ഇട്ടട്ടാ. ഓളെ അതിൻ്റെ ആളിട്ടാ. ഓളെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്താണ്. അപ്പോൾ ഓക്ക് ബിരിയാണി ഒരു ബിരിയാണി വാങ്ങിക്കൊണ്ട് പോരാൻ കണ്ടപ്പോഴേ നമ്മൾ പൊതിച്ചോറാനാക്കി ഉണ്ടാക്കുക. ഇനി പൊതിയാണ്ട് തൽക്കാലം പൊതിയ പൊതിഞ്ഞിട്ടുള്ളൂ. 4 പൊതിനുള്ളൂ. മാറിക്ക്. മാറിക്ക്. ആയിസി ഇത് ഇത്ര പോരെ, ഇത്ര വെച്ച് പോരെ. നീ പിന്നെ അറക്കട്ടാ വനോ. ഇത്ര പോരെ വനോ. ഞാൻ അച്ചാറൊക്കെ ഇട്ടാണ്. എനിക്ക് അച്ചാറൊക്കെ ഇട്ടാണ്. ഓളാണ് വേട്ടോ. യാ നമ്മൾ നോക്കട്ടാ. ഇനി പൊതിയാനുള്ളത് വാങ്ങി കൊടുത്തിട്ടുള്ളൂ. ഒരു ബാക്കിയുള്ള നമ്മൾ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൊതിയാം. പൊതി വേഗം പൊതി. ഒക്കെ പൊഞ്ഞു. നല്ല പോലെ പൊഞ്ഞൊക്കെ ഉണ്ട് ടവാനോ. അല്ലേറ്റിലും ഇവിടെ ഇട്ടിട്ടില്ല ടവാനോ. ഇവിടെ എന്തൊക്കെയാണല്ലേ നോക്കിയിട്ടിട്ട്. എൻ്റെ പൊതിച്ചോറ് ഇനി നമ്മളേറ്റ് പീടിക്ക് പോയിട്ടില്ല എന്തെങ്കിലും ഒരു കടി ഉണ്ടാവും. നമ്മളെ പറ്റി ഇപ്പോൾ കടയിൽ ഞങ്ങൾ സാധനം വാങ്ങാൻ പോയപ്പോഴേ അവിടെ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ അടുത്ത് കൂടി പോയി, ബിരിയാണി സ്റ്റോറിൻ്റെ അടുത്ത് കൂടി. അപ്പോൾ ആ ബിരിയാണീൻ്റെ ബോർഡ് കണ്ടേക്കാനാ എങ്ങനെയല്ലേ ബിരിയാണി അവിടെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തോളം കണ്ടേക്കാനാ പപ്പ ബിരിയാണിയാണ്. ആ ബിരിയാണി എന്നുള്ള അതിൻ്റെ വീടിന് വന്നേക്കാൻ ഓൾക്ക് ബിരിയാണി വേണം. പിന്നെന്ത് തീരുമാനിച്ച് 2 കിലോ ഇറച്ചിയൊക്കെ കൊടുത്തിട്ടേ ബിരിയാണിയൊക്കെ ഒന്ന് തീരുമാനിച്ചു. അപ്പോൾ അടക്കം മതി. കുറേ അച്ചാറ് കുറേ ചട്ടോ കേട് വരും കേട്ടാ. അപ്പോൾ എന്നാൽ ഒക്കെ പൊതിഞ്ഞേക്കുക. അല്ല വനോ, ഞാൻ വനമോളെ കഴിക്കണ്ടേ? എൻ്റെ ബിരിയാണി എവിടെ? ഫുൾക്കാല് ബിരിയാണി എവിടെ? ഇതായിരിക്കും. അയ്യവാ. ഞങ്ങൾ ചോറ് വെച്ച് ബിരിയാണി വെക്കുക. പൊതിച്ചോറ് ഉണ്ടാക്കി വെക്കട്ടെ. അതിൻ്റെ എങ്ങനെ ഡബറൊക്കെ ഇട്ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ നമുക്ക് സാമ്പിളാണിത്. ഇനി അടുത്ത് നമുക്കേ കുറച്ച് തോന ഉണ്ടാക്കിയിട്ടേ എന്ത് ചെയ്യണം? അവിടെ ഒരു പണിയുണ്ട്. വനോ ഇവിടെ നോക്കിയില്ല ടാറ്റ. നിങ്ങളുണ്ടാക്കേണ്ടി ആരെ? നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് അയ്യോ. അപ്പോൾ ഈ പേപ്പർ ഇലക്കെ വേണം. പൊതിച്ചോറ് എന്ന് പറയണേ അങ്ങ്. ആരാ അപ്പം അതൊക്കെ നോക്കണില്ലേ? നമുക്കൊരു പ്ലേറ്റ് 2 പ്ലേറ്റ് ചോറാണ്ട് കിട്ടണം എന്നല്ലാത്ത. അപ്പം എന്നാൽ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുക. നമുക്ക് ചോറ് വയ്ക്കുമ്പോൾ നോക്കാട്ടാ. ഓക്കെ.
വലിയൊരു കോഴിക്കാൽ വെച്ചിട്ട് ഒരു ചോറിട്ടാ എവിടെ ഇതല്ലേ ഇത് ചോറി പോതി മാറിക്കണേ അതല്ല വളർത്തത് നേരത്തെ കഴിച്ചോക്കെ മാനോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ തീർക്കാം ഉണ്ട് പച്ചക്കാലം ഉണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ ഓളെ ഇഷ്ടത്തിനനുസരിച്ചേ ഞങ്ങൾ ചോറാണ് വയ്ക്കാനിടാ എന്നാ ഒന്നെനിക്ക് അതിലെല്ലാം ഇതാണ് ഇവിടെ ഇനി നോക്കട്ടെ തീർച്ചയായിട്ടും